ഇനി കോട്ടയത്തേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അഞ്ജന അനിൽകുമാറുണ്ട്. അഞ്ജന അനിൽകുമാർ, പ്രതിഷേധം അവസാനിക്കുകയാണോ അതോ പോലീസും പ്രവർത്തകരും തമ്മിലൊരു വാക്കേറ്റത്തിലേക്ക് പോയിരിക്കുകയാണോ? സുജയ, പോലീസും പ്രവർത്തകരും തമ്മിൽ കൂടുതൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമാണ്. 3 പ്രാവശ്യത്തോളം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SP ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡുകൾക്ക് അടക്കം മുകളിൽ ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ഇപ്പോൾ ബാരിക്കേഡിന്റെ സൈഡിലൂടെ വഴിയിലൂടെ SP ഓഫീസിന് മുന്നിലെത്തിയും പ്രവർത്തകർ പ്രതിഷേധിച്ചിരിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്നാൽ പിന്നോട്ട് പോകാൻ തയ്യാറല്ലാതെ കൂടുതൽ പ്രവർത്തകർ ഇവിടെ SP ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ നിലത്തിരുന്നുകൊണ്ടും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ജലപീരങ്കിയുടെ വണ്ടിയുടെ മുകളിലടക്കം കയറിയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നത്. SP ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന മറ്റു കുറച്ച് പ്രവർത്തകരുമുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ട് തടിച്ചുകൂടുന്നുമുണ്ട്. മുദ്രാവാക്യം വിളികളുമായി പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തകർ SP ഓഫീസിന് മുന്നിലായി ഒത്തുകൂടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ. പോലീസ് വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ 3-ലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലത്തിരുന്നുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത്. ജലപീരങ്കിയുടെ വണ്ടിയുടെ മുൻപിലിരുന്നുകൊണ്ട്